പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ അടുത്ത മകലയുമായി ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ദേശനിവാസികൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, പാസ്റ്റേഴ്സ്, എല്ലാവർക്കും വേഗം വരാമെന്നരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഇന്ത്യ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇന്ന് ഇന്ത്യ മാത്രമല്ല ഈ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. 4 രാജ്യങ്ങളും കൂടി ഈ ഭൂമിയിലുണ്ട്. ദക്ഷിണ കൊറിയ, നോർത്ത് കൊറിയ, അപ്പോൾ തന്നെ ബഹ്റൈൻ, ഹോങ്കോങ് എന്ന 4 രാജ്യങ്ങൾ ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം 1947 ഓഗസ്റ്റ് 15, അതും ഒരു വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല, ഈ വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതും ഒരു വെള്ളിയാഴ്ചയാണ്. എന്റെ പ്രസംഗത്തിന്റെ പ്രമേയം എന്ന് ചോദിച്ചാൽ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സ്വാതന്ത്ര്യം. വിശുദ്ധ ബൈബിളിൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് ഈ ഓഗസ്റ്റ് 15 കൊടുത്തിരിക്കുന്ന തീം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ മരിച്ച മൺമറഞ്ഞു പോയ വ്യക്തികളെ ആദരിക്കുക, മറിച്ച് പ്രോത്സാഹനം കൊടുക്കുക. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ തീമായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നത്. എന്തിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾ സുവിശേഷത്തിലൂടെ നിങ്ങളുമായി ലഘു സന്ദേശം കാഴ്ചവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എനിക്ക് ചുറ്റും എന്റെ ഇരു സൈഡുകളിലും ഫ്ലെക്സ് ബോർഡുകളുമായി പ്രായവ്യത്യാസമെന്നെ നിൽക്കുന്ന സഹോദരി സഹോദരങ്ങളുണ്ട്. അവരോട് ഓരോരുത്തരോടും മാറി മാറി ഈ മൈക്കൊന്നു കൊടുത്ത് അവരുടെ അനുഭവ സാക്ഷ്യം പറയുവാൻ ആഹ്വാനം ചെയ്താൽ അവർ പറയും, ഞങ്ങളെ വിടുവിച്ച ഒരു കർത്താവുണ്ട്, ആ കർത്താവിനെ കുറിച്ച് ഞങ്ങൾ സാക്ഷീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്താണ് അഭിമാനം എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ സഹോദരിയാണെങ്കിൽ പറയും, എന്റെ ഭർത്താവ് മുഴുക്കുടിയനായിരുന്നു, ആ മനുഷ്യനെ വിടുവിച്ചത് എന്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കഴിഞ്ഞുകൂടിയ എത്രയോ ദിനരാത്രങ്ങൾ, മാത്രമല്ല ആത്മഹത്യക്ക് ചിന്തിച്ച എത്രയോ ദിവസങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ എന്ന് കാണുവാനിടയായിത്തീരും. മാത്രമല്ല, മറ്റൊരാളോട് ചോദിച്ചാൽ ആ മനുഷ്യൻ പറയും, എന്റെ ജീവിതത്തിൽ വന്നു കയറിയ കടങ്ങളും പ്രയാസങ്ങളും നിരാശകളും കൊണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്നപ്പോൾ എന്നെ തേടി വന്നൊരു കർത്താവുണ്ട്, ആ കർത്താവാണ് എന്നെ സ്വാതന്ത്ര്യം വരുത്തിയത്. മറ്റൊരാളോട് ചോദിച്ചാൽ മനുഷ്യൻ പറയും, എന്നെ നിത്യ നാശത്തിൽ നിന്ന് അല്ലെങ്കിൽ നിത്യ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ച എന്റെ കർത്താവ് തക്ക സമയത്ത് എന്നെ കണ്ടുമുട്ടിയത് കൊണ്ട് ഞാൻ ഈ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ വന്നിരിക്കുന്നു, അതാണ് എന്റെ സാക്ഷ്യം എന്ന് പറയും. മാത്രമല്ല, തീർന്നില്ല. ഓരോ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ തലമുറകളെ കുറിച്ച്, അവർക്കുണ്ടായ അനർത്ഥങ്ങളെ കുറിച്ച്, അവർക്കുണ്ടായ പ്രയാസങ്ങളെ കുറിച്ച് അവർ എണ്ണി എണ്ണി അക്കമിട്ട് പറയുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ഇറങ്ങി വന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രായവ്യത്യാസം എന്ന് നിൽക്കുന്ന ഓരോ ജീവിതത്തെയും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത്, യേശു ചെയ്ത, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വിടുതലുകൾ ഓർത്ത് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കാൻ വന്നിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം. ഇന്ന് സമൂഹത്തിൽ ചെറിയവരെന്ന വലിയവരെന്ന വ്യത്യാസമെന്ന് ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഒരു അനുഭവം എന്ന് ചോദിച്ചാൽ, പ്രായവ്യത്യാസമെന്ന്, ലിംഗവ്യത്യാസമെന്ന് ഏത് പ്രായക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മദ്യം, മയക്കുമരുന്ന് എന്ന് പറയുന്നത്.
പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി സഹോദര, താങ്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, താങ്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ താങ്കളുടെ കുടുംബത്തിൽ അല്ല താങ്കളുടെ അയൽവക്കത്ത് അല്ലെങ്കിൽ താങ്കളുടെ ബന്ധുക്കളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഒരു കാരണവശാലും വിടുതലില്ലെന്ന് സമൂഹം എഴുതിത്തള്ളിയ അല്ല കുടുംബക്കാർ എഴുതിത്തള്ളിയ വ്യക്തി ജീവിതങ്ങളായിരിക്കും എന്റെ മുമ്പിലെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്കൊരു സദ്വർത്തമാന, നിങ്ങൾക്കതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക. ഇതാ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ സത്യ സുവിശേഷത്തിലേക്ക് വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക. ഇന്നും സർവശക്തിയുള്ള ദൈവം മതിയായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി സകല ജനത്തിനും വെച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഒരിക്കൽ മരിച്ച് മൺമറഞ്ഞു പോയ ദൈവമല്ല, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. കർത്താവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും, അത് എവിടെ കൂടിയാലും, കാട്ടിലായിക്കോട്ടെ, മലയിലായിക്കോട്ടെ, കടലിലായിക്കോട്ടെ, കരയിലായിക്കോട്ടെ, അത് എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിനെയാണ് ഇന്ന് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവൻ ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, അവൻ സർവവ്യാപിയായ ദൈവമാണ്. ആര് ഹൃദയം കൊടുത്ത് യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്നുവോ ആ മനുഷ്യന്റെ അകത്തേക്ക് യേശുക്രിസ്തു കടന്നു വരുവാനിടയായി തീരും. പ്രിയരെ, ഒന്ന് ശ്രദ്ധിച്ച്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 14-ാം തീയതി രാത്രിയാണ്. ബാറ്റ്മൗണ്ടൻ പ്രഭു എന്ന് പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനിടയായി തീർന്നത്. ബ്രിട്ടീഷിന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം, ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന അദ്ദേഹം, ആ മനുഷ്യൻ വിളിച്ചു കൂട്ടിക്കൊണ്ട് രാത്രിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനിടയായി തീർന്നത്. ഇന്നും എന്റെ പ്രസംഗത്തിന്റെ പ്രമേയം താങ്കളുടെ ഇരുട്ടിൽ നിന്ന് നിത്യജീവനിലേക്ക് സ്വാതന്ത്ര്യം തരുക. ഇതാ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തി കാണിക്കുകയാണ്. കണ്ടാലും ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഹൃദയ കവാടം തുറന്നു കഴിഞ്ഞാൽ ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കുന്ന ദിവസമാണ്. താങ്കളുടെ ജീവിതത്തിൽ നിരാശയേന്തി പ്രയാസമേന്തി ഇനി ഒരിക്കലും മുന്നോട്ട് പോകില്ല, ഇതെന്റെ വാഹനം എവിടെ ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ എന്റെ യാത്ര എവിടെ ചെന്ന് നിൽക്കുമെന്നോർത്ത് പല ദിവസങ്ങൾ തള്ളി നീക്കുന്ന വ്യക്തിയാണോ ഒരുപക്ഷെ കാണുക. കുടുംബത്തിന്റെ മഹിമയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രൗഢി ഉണ്ടായിരിക്കാം. എന്നാൽ താങ്കളുടെ ഹൃദയത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, താങ്കൾക്ക് സ്വാതന്ത്ര്യം തരുക. ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുവിനെ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ നിമിഷം ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവിക സമാധാനം താങ്കൾക്ക് ലഭിക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, യേശു വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല. യേശു വന്നത് ഒരു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. യേശു വന്നത് സർവ്വജനത്തിനും രക്ഷ തരുക. അതാണ് അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യേശുവിനെ ജാതി മതവർഗ വർണ്ണ വ്യത്യാസമെന്ന് ആര് ഹൃദയം കൊടുത്ത് സ്വീകരിക്കുന്നുവോ അവന്റെ ഉള്ളിൽ യേശു പ്രവേശിക്കുവാനിടയായിത്തീരും. താങ്കളെ നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക ശക്തി ഏതെന്ന് ചോദിച്ചാൽ താങ്കൾ ജീവിക്കുന്നത് ഇരുട്ടിന്റെ ശക്തിയിലാണ്. ഇരുൾ ഉള്ളെടുത്ത് വെളിച്ചം കടന്നു വന്നാൽ ഇരുൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെ താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ ഹൃദയത്തിൽ ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇരുട്ടിന്റെ ശക്തിയെ പുറത്താക്കണമെങ്കിൽ വേറെ ഒരു സ്ഥലത്തും പോയാൽ, നേർച്ചകൾ കഴിച്ചാൽ, പൂജകൾ കഴിച്ചാൽ, പൂജാകർമ്മങ്ങൾ കഴിച്ചാൽ അതൊരിക്കലും പുറത്തു പോകുകയില്ല. ഇതാ കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുക. മാത്രമല്ല യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ വെളിച്ചം. പ്രിയരെ, നമ്മൾക്ക് തരുന്ന ഈ സൂര്യൻ തരുന്ന സൂര്യന്റെ വെളിച്ചം, അതിന്റെ രശ്മി ഭൂമിയിലേക്ക് പതിക്കണമെങ്കിൽ 8.5 മിനിറ്റ് വേണം. അതിന്റെ സൂര്യപ്രകാശം, ഈ കിരണങ്ങൾ ഈ ഭൂമിയിലേക്ക് പതിക്കണമെങ്കിൽ 8.5 മിനിറ്റ് വേണമെന്ന് സയൻസ് വ്യക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ 8.5 മിനിറ്റ് വേണ്ട താങ്കളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. താങ്കളൊന്ന് ഹൃദയം കൊടുത്ത് ഒരു നിമിഷം, യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമെന്ന് ഏത് വ്യക്തി എവിടെ വെച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് യേശു എന്ന് വിളിച്ച് ഒരു സെക്കൻഡിൽ തന്നെ കടന്നു വരുവാനിടയായിത്തീരും. അവന് 8.5 മിനിറ്റിന്റെ ആവശ്യമില്ല. അവൻ ലോകത്തിന്റെ പ്രകാശം കൊടുക്കുന്ന ദൈവമാണ്. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു.
പ്രിയരെ, ചരിത്രത്തെ AD എന്നും BC എന്നും വേർതിരിച്ചെഴുതിയ ഏക പുരുഷൻ ആരെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ പ്രസ്താവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അനേക നേതാക്കന്മാരുടെ കാര്യങ്ങൾ മേശയിലേക്ക് അവർ കൂടി വന്ന കൗൺസിലിലേക്ക് കടന്നു വന്നു ചരിത്രത്തെ ഒന്ന് മാറ്റി എഴുതുക. എല്ലാവരുടെയും പേരുകൾ നിരത്തി കഴിഞ്ഞപ്പോൾ ഒരു കുറ്റവും കാണാത്ത പീലാത്തോസ് പോലും കൈ കഴുകി മാറിക്കളഞ്ഞ യേശുവിന്റെ പേര് നിർദ്ദേശിച്ചതിന്റെ കാരണം അവൻ ലോകത്തിന്റെ ദൈവമാണ്, അവൻ ലോകത്തിന്റെ പ്രഭുവാണ്. ആ പ്രഭുവിനെ താങ്കളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ? താങ്കൾ അനുഭവിക്കുന്ന ദുഃഖത്തെ താങ്കളുടെ ഭാര്യ അറിയില്ലായിരിക്കാം, ഭാര്യ അറിയിക്കുന്ന ദുഃഖം ഭർത്താവ് അറിയില്ലായിരിക്കാം, മക്കൾ അറിയില്ലായിരിക്കാം. എന്നാൽ താങ്കളുടെ ഹൃദയത്തിന്റെ നിലവുകളെ, ഉൾപ്പൂവുകളെ ആരായുന്ന ഒരു കർത്താവ് ഈ ദേശത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ സുവിശേഷകരായ ഞങ്ങളെ ഈ ദേശത്തേക്ക് വിട്ട് ഈ സുവിശേഷം താങ്കളുടെ കാതുകളിൽ എത്തുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക പ്രിയ സ്നേഹിത, താങ്കളെ യേശു സ്നേഹിക്കുന്നു. പ്രിയ സ്നേഹിത, താങ്കളെ യേശു സ്നേഹിക്കുന്നു. ആ യേശുവിന് ഹൃദയം കൊടുക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ എന്ന് ഞങ്ങളുടെ ചോദ്യം. താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഈ സമൂഹത്തിലെ പ്രമുഖ വ്യക്തിയായിരിക്കാം, അത് പ്രശ്നമല്ല. താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, അത് പ്രശ്നമല്ല. താങ്കൾ ഒരു പാപിയാണ് സ്നേഹിത. പാപത്തിന്റെ സ്വഭാവത്തെ കഴുകിക്കളയുവാൻ മനുഷ്യർക്കോ മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട പുരോഹിതന്മാർക്കോ സാധ്യമല്ലെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിങ്ങനെയാണ് പറയുന്നത്: ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചിട്ടും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ വാക്യത്തിന്റെ അവസാനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ: യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗമായി അർപ്പിച്ചുകൊണ്ട് അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി നിൽക്കുന്നു. സ്നേഹിത, യേശു വന്നത് ഒരു മതത്തിന്റെ സ്ഥാപകനായിട്ടല്ല, ഒരു മതത്തിന്റെ പുരോഹിതനായിട്ടല്ല, സർവ്വജനത്തിന്റെയും പാപം പോക്കുവാൻ വേണ്ടിയാണ് അവൻ കടന്നു വന്നത്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഇതാ സ്നാപയോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കടന്നു വരുന്നത് കണ്ടിട്ട് സ്നാപയോഹന്നാൻ വെളിപ്പാടിൽ വിളിച്ചു പറയാണ്: ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. എന്തെന്ന് ചോദിച്ചാൽ, മോശയ്ക്ക് പഴയ നിയമത്തിൽ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ഒരു വ്യക്തി, ഒരു കുടുംബം പാപം ചെയ്താൽ ആ മനുഷ്യന്റെ പാപത്തിനൊത്തവണ്ണം, ആ മനുഷ്യന്റെ ആസ്തിക്കൊത്തവണ്ണം യാഗം കഴിക്കുന്ന പദവി പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു കടന്നു വരുന്നത് കണ്ടിട്ട് യേശുവിന് മുൻപേ വഴിയൊരുക്കുവാൻ വേണ്ടി, വെട്ടി നിരത്തുവാൻ വേണ്ടി അയച്ച ആ മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു: ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രിയ സ്നേഹിത, താങ്കളുടെ പാപത്തിന് വേണ്ടി താങ്കൾ ഒരു മല കയറണ്ട, താങ്കൾ ഒരു നേർച്ച കഴിക്കണ്ട, താങ്കൾ ഒരു യാഗം കഴിക്കണ്ട, താങ്കൾ മുട്ടയിൽ നിറങ്ങണ്ട. മറിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്നുവെങ്കിൽ താങ്കളുടെ പാപത്തെ ഒരു സെക്കൻഡ് കൊണ്ട് യേശു കഴുകി തരുവാനിടയാക്കിയോ. വിശുദ്ധ ബൈബിളിൽ യെശയ്യാവ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിക്കുന്നു: മനുഷ്യന്റെ നീതി പ്രവർത്തികൾ തറപുരണ്ട തുണികളാണ്. താങ്കൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ ചെയ്യുന്ന നീതി പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന നല്ല പ്രവൃത്തി, ആർക്കും ഒരു ദോഷം ചെയ്യാത്തത്, ഞാൻ നിത്യതയിൽ പോകുന്ന അവകാശത്തോടെ താങ്കൾക്ക് പറയാം. എന്നാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു കാരണവശാലും സ്വർഗത്തിന്റെ പടിവാതിൽ കാണുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ബൈബിളിൽ എസെക്കിയേൽ പ്രവചന പുസ്തകം അതിന്റെ 14-ന്റെ 14, 14-ന്റെ 16, 14-ന്റെ 18, 14-ന്റെ 20 എന്നീ പുസ്തകത്തിൽ വാക്യങ്ങളിൽ പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇയ്യോബ്, നോഹ, ദാനിയേൽ എന്നീ 3 പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും. പ്രിയ സ്നേഹിത, ശ്രദ്ധിക്കണേ. താങ്കൾ ഒരു ഭക്തിയുള്ള പുരുഷനായിരിക്കാം, ഭക്തിയുള്ള സ്ത്രീ ആയിരിക്കാം. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. അതിൽ ഇയ്യോബ്, നോഹ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും താങ്കളുടെ ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. യഹോവയുടെ അരുളപ്പാട് എന്ന് വെച്ചാൽ, താങ്കൾക്ക് പുത്രനെയോ പുത്രിമാരെയോ ഭാര്യമനെയോ ഭർത്താവിനെയോ ആർക്കും ഈ ലോകത്തിൽ നിന്ന് നിത്യതയിൽ കേറ്റുവാൻ ഇടയാകുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശു പ്രകാരം പറഞ്ഞു: വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. പ്രിയ സ്നേഹിത, യേശുവിന് ഹൃദയം കൊടുത്ത് വിശ്വസിക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ?
യേശുവിന് ഹൃദയം കൊടുത്ത് വിശ്വസിക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ? പ്രിയ സ്നേഹിത, താങ്കൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നോടുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? യേശുവേ, ഞാൻ പാപിയാണ് എന്ന് താങ്കൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നവരായി തീർന്നു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയാണ് ഈ ക്രൂശീകരണമെന്നും പറയുന്നത്. ഒന്നും കൂടി തെളിച്ചു പറഞ്ഞാൽ, പാപമംഗലമായ മനുഷ്യനെ പാരിൽ നിന്ന് പദത്തിലേക്ക് നയിക്കുക ദൈവം ആസൂത്രണം ചെയ്ത പവിത്ര പദ്ധതിയാണ് സുവിശേഷം. ആ സുവിശേഷത്തിൽ ആര് വിശ്വസിക്കുന്നുവോ അവന് നിത്യജീവൻ കൊടുക്കുവാനിടയായി തീരും. അവന് നിത്യജീവനുണ്ടാകും. പ്രിയ സഹോദരാ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിശ്ചയിക്കുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ഏക മാർഗ, ഏക സുവിശേഷം, അത് കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ഞങ്ങളുടെ മാംസത്തിന്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമായ പ്രിയ സ്നേഹിതരെ, നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത് യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ മരണം കടന്നു വരും. മരണമെന്ന കാരാളകസ്ഥം ഏത് നിമിഷവും എവിടെ വെച്ച് മനുഷ്യനെ കടന്നു പിടിക്കാം. മരണത്തെക്കുറിച്ച് സാഹിത്യകാരൻ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. മരണത്തെക്കുറിച്ച് രംഗബോധമില്ലാത്ത കോമാളി, അവൻ മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്ത കോമാളിയാണ്. ഏത് സമയത്ത് മരണമെന്ന തിരശ്ശീല താങ്കളെ മൂടാം. എന്നാൽ മരണത്തിനപ്പുറം നിത്യതയിൽ പോകണമെങ്കിൽ കർമ്മങ്ങളോ കർമ്മകാണ്ഡങ്ങളോ പൂജകളോ പൂജാകർമ്മങ്ങളോ ഒരു മനുഷ്യനെ നിത്യതയിൽ എത്തിക്കുകയില്ല. അവനവൻ സ്വന്തം ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ അനുദപിച്ച് യേശുവേ അക്കാൽവരിയിലേക്ക് നോക്കിക്കൊണ്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ കാരിലും പാണികളാൽ കരുത്തുറ്റ പടയാളികളാൽ തകർക്കപ്പെട്ട് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തുന്ന യേശുവിനെ ആര് ഹൃദയം കൊടുത്ത് രക്ഷിക്കുന്നുവോ, വിശ്വസിക്കുന്നുവോ, രക്ഷകനായി സ്വീകരിക്കുന്നുവോ, അവന് പാപമോചനം ലഭിക്കുവാനിടയായി തീരും. എന്റെ വാക്കുകൾക്ക് ഞാൻ ഒരു ആരംഭം കുറിക്കുന്നു. പ്രിയ സ്നേഹിത, യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതും. ഒരിക്കൽ ന്യായവിധി വരുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണമെന്ന വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ക്രിസ്തുയേശുവിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.